അല്ലാന്റെ റബ്ബേ, ഇനിയിപ്പോ ഈ കുടിയിലോട്ട് ആരാ വന്നതെന്ന് അറിയത്തില്ലല്ലോ. പഠിച്ചോനെ, അവിടെ കുഞ്ഞാപ്പൂ ഒറ്റക്കല്ലേ ഉള്ളത്. പഠിച്ചോനെ, വേഗം വീട്ടിലേക്ക് പോവാ. ഇനിയിപ്പോ വല്ല കള്ളന്മാരുമാണോ പഠിച്ചോനെ വന്നേക്കുന്നേ? ഓ, അവിടെ കുഞ്ഞാപ്പൂ ഒറ്റക്കാണല്ലോ പഠിച്ചോനെ ഉള്ളത്. കുഞ്ഞാപ്പൂ, എടാ മോനെ, നിനക്കേ ഞാനേ നല്ലൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സർപ്രൈസാ കൊച്ചാപ്പാ? നീ ആദ്യം കണ്ണടിക്ക മോനെ. കണ്ണടിച്ചാലേ ഞാൻ കാണിച്ചു തരാം എന്ത് സർപ്രൈസാന്ന്. ആ, ഞാൻ പറയുന്നത് വരേക്കും മോനെ കണ്ണ് തുറക്കല്ല. ഗുഡ് ബോയ്. ഇതാണ് പറ്റിയ തക്കം. ഇനി ആ കബോർഡിലുള്ള പൈസ എടുക്കാൻ പോവാം. കൊച്ചാപ്പ ഇപ്പൊ സർപ്രൈസ് കൊണ്ടുവരാട്ടോ, കണ്ണ് തുറക്കരുതേ. എടോ, താൻ എന്തുവായി ചെയ്ത് കൊണ്ടിരിക്കുന്നേ? താനാരാ? എനിക്കപ്പോഴേ അറിയായിരുന്നു നീ എന്തായാലും എന്നെ പിടിക്കൂന്ന്. കൊച്ചാപ്പാ, ഞാനേ കണ്ണ് തുറന്നോട്ടെ? വേണ്ട വേണ്ട, ഞാൻ വന്നതിന് ശേഷം മാത്രം കണ്ണു തുറന്നാ മതി കേട്ടോ. അപ്പൊ വേഗം സർപ്രൈസ് കൊണ്ടുവാ കൊച്ചാപ്പാ. ഹായ്, എത്ര പൈസയാ? മോനെ കുഞ്ഞാപ്പൂ. ആ, ഉമ്മച്ചി. അയ്യോ, ആ പയ്യന്റെ അമ്മ വന്നു തോന്നുന്നത്. അല്ല മോനെ, നമ്മളെ പെരയിലേക്ക് ആരാ വന്നേ? ജ്യൂസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. അതോ, അതില്ലേ ഉമ്മച്ചി, കൊച്ചാപ്പ വന്നതാ. കൊച്ചാപ്പയോ? അല്ല മോനെ, നമ്മളെ പെരയിലേക്ക് എപ്പോഴും പണിക്ക് വരുന്ന ഒരു മുത്തശ്ശിയില്ലേ, ആ മുത്തശ്ശി ഇന്ന് വന്നിനാ? ആ ഉമ്മച്ചി വന്നിന്, അവരെ കിച്ചണിലുണ്ട്. ലക്ഷ്മി അമ്മേ, ലക്ഷ്മി അമ്മേ. ഞാൻ ഇത്ര സമയമായി കണ്ണടച്ചിരിക്കുന്നേ, ഇതുവരെ എന്താ കൊച്ചാപ്പ വരാത്തത്? ഒരുപക്ഷെ വലിയ സർപ്രൈസ് ആയിരിക്കും. ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ലക്ഷ്മി അമ്മ ഇതേടെ പോയതിപ്പാ. ലക്ഷ്മി അമ്മേ, ലക്ഷ്മി അമ്മേ. ഉമ്മച്ചി, ഉമ്മച്ചി. എന്ത് വേടാ? ഉമ്മച്ചി, കൊച്ചാപ്പയ്ക്ക് ബിരിയാണി വേണോന്ന് പറഞ്ഞിന്, അതുകൊണ്ട് ഉമ്മച്ചി വേഗം ബിരിയാണി ഉണ്ടാക്കിയേ. ആരാടാ നിന്റെ കൊച്ചാപ്പ? നിനക്ക് നന്നായി അറിയാം നിനക്ക് കൊച്ചാപ്പ ഇല്ലെന്ന്. പിന്നെ നീ ആരായി കൊച്ചാപ്പ എന്ന് പറയുന്നത്? ഉമ്മച്ചിക്ക് ദുബായിലുള്ള കൊച്ചാപ്പാൻ അറിയില്ലേ? എടാ കുഞ്ഞാപ്പൂ, നീ എന്റെ കയ്യിൽ നിന്ന് നല്ല പോലെ അടി വാങ്ങിക്കോ. ഉമ്മച്ചി എന്റെ ഒന്നിച്ച് വാ, ഞാനേ കൊച്ചാപ്പയെ ഇപ്പൊ കാണിച്ചു തരാം ഉമ്മച്ചിക്ക്. കൊച്ചാപ്പ, എവിടെയാണാ കൊച്ചാപ്പ ഉള്ളത്? ഉമ്മച്ചി ഈ റൂമിലോട്ട് തന്നെയാ കൊച്ചാപ്പ വന്നത്. കൊച്ചാപ്പ. ഹലോ ലക്ഷ്മി അമ്മേ. എടാ മോനെ കുഞ്ഞാപ്പൂ, നീ പോയി ഇച്ചിരി വെള്ളം കൊണ്ടുവന്നേ. ആ ശരി ഉമ്മച്ചി. ഇന്നുമ്മച്ചി വെള്ളം. എന്തു പറ്റിയതാ ലക്ഷ്മി അമ്മേ, നിങ്ങളെങ്ങനെയാ താഴെ വീണത്? എടി മോളെ കതീശോ, നിന്റെ വീട്ടിലേക്ക് ഒരു കള്ളൻ കയറി. കള്ളനെ ആ കബോർഡ് തുറക്കുന്നുണ്ടായിന്, അത് ഞാൻ ചോദിക്കാൻ ചെന്നപ്പേ എന്നെ തറയിലോട്ട് ചവിട്ടി തള്ളിയിട്ടു. ഹലോ, കള്ളനോ? ഹലോ, കബോർഡും തുറന്നിരിക്കുന്നല്ലോ. ഇതിനകത്തുള്ള പൈസയും കാണുന്നില്ല. പൈസ എടുത്തോണ്ട് കള്ളന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ആ ലക്ഷ്മി അമ്മ, ഇതിനകത്തുണ്ടായിരുന്ന ഒരു പൈസയും കാണുന്നില്ല. എല്ലാത്തിനും കാരണം നീയാ. നീ ഒരൊറ്റ ആള് കാരണാ ഈ പൈസയൊക്കെ കാണാതായത്. കരയണ്ട, കരഞ്ഞാലേ എനിക്ക് നല്ല ദേഷ്യം വരും. കരഞ്ഞാല് ഓ, എന്തൊക്കെയായിരുന്നു. എന്റെ കൊച്ചാപ്പ വന്നു, പിന്നെന്താക്കിയ? ജ്യൂസ് എടുത്തു കൊടുത്തല്ലേ? പിന്നെന്താക്കിയടാ? പിന്നെ വേറെന്താക്കിയത് നീ? പിന്നെ ഞാനേ കാല് മസാജ് ആക്കി കൊടുത്തു. ഇനി ആ കൊച്ചിനെ തല്ലിയിട്ട് എന്താ കാര്യം? നീ എന്തെങ്കിലും വഴി കണ്ടെത്ത് ആ കള്ളനെ പിടിക്കാനുള്ള. പോലീസിനെ വിളിക്കുക ആദ്യം. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ഏത് വഴിയാ പോവേണ്ടത്? അയ്യോ, വന്ന വഴിയിലൂടെ തന്നെ പോണെന്നാ തോന്നുന്നത്. അവരെവിടെയാണ് ഇരുന്നതെങ്കിൽ ഇനിയിപ്പോ എങ്ങനെയാ പോവാ? അയ്യോ, വേഗം പോലീസിനെ വിളിച്ച്, പോലീസ് വേഗം വന്നാലേ കള്ളനെ പിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ ലക്ഷ്മി അമ്മേ? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യല്ലേ നടന്നത്. ഇവനൊറ്റ ആള് കാരണം കൊണ്ടാ ആ കള്ളനെ വീടിനകത്തോട്ട് കയറിയത്. അല്ലെങ്കിൽ കള്ളൻ ഇങ്ങനെയാ കയറാ? മോനെ ഇങ്ങോട്ട് വന്നേ.
കതീഷു, അവന് ചെറിയ കുട്ടിയല്ലേ, അവന് എന്തിനാ നീ ഇങ്ങനെ വഴക്ക് പറയുന്നേ? ആരെ? ഇവനോ ചെറിയ കുട്ടി? 8ാം ക്ലാസ്സിലേക്ക് എത്തി, എന്നിട്ട് പോലും ഇവന് ബുദ്ധി ഉദിച്ചിട്ടാന്ന് പറഞ്ഞാല്? ആ ശരി ശരി മോളെ, ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് ചെയ്യ്, പെട്ടെന്ന് പോലീസിനെ വിളിക്ക്. ആ കള്ളനെ വേറെ എവിടെയും എത്തിയിട്ടുണ്ടാവില്ല, പെട്ടെന്ന് വിളിച്ചാലേ ആ കള്ളനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അയ്യോ, എല്ലാരും പുറത്തന്നെയാ ഉള്ളത്. ഇനിയിപ്പോ ഇതുവഴി എങ്ങനെ രക്ഷപ്പെടും? മോളെ, ആർക്കാ മോളെ ഫോൺ വിളിക്കുന്നേ? ഉമ്മച്ചി, ആർക്കാ ഉമ്മച്ചി ഫോൺ വിളിക്കുന്നേ? നിന്റെ ദുബായിലുള്ള കൊച്ചാപ്പയ്ക്ക്. ആർക്കാ മോളെ ഫോൺ വിളിക്കുന്നേ? പോലീസിനെ ലക്ഷ്മി അമ്മേ. ഉമ്മച്ചി, ദാ കൊച്ചാപ്പ. എടാ, അത് കൊച്ചാപ്പയല്ല, കള്ളനെന്ന് പറ. ഉമ്മച്ചി, അങ്ങോട്ട് നോക്കും ഉമ്മച്ചി, അതാ കൊച്ചാപ്പ. അവിടെ നോക്ക്, രക്ഷപ്പെട്ട് ഓടുന്ന നോക്ക് ഉമ്മച്ചി. ഉമ്മച്ചി, എടി കദീസോ, അങ്ങോട്ട് നോക്കി, അതാ